ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. kabaliyath പറഞ്ഞ ഒരു റൈസാണ്. അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണ്. അപ്പോൾ വീഡിയോ ചെയ്ത് നിങ്ങളെയും കൂടി കാണിക്കാം. ഞാനിത് ഫത്വ കിച്ചൻ്റെ ആ ഒരു വീഡിയോ കണ്ട് ഉണ്ടാക്കിയ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി. ഞാൻ ബീഫാണ് ഉണ്ടാക്കിയത്, ഇതാൻ വെച്ചിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം അതിൻ്റെ മസാല ആണ് ചെയ്യുന്നത്. കട്ടിയുള്ള ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കിലോ പോലെ ഉള്ളി നമ്മൾ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് കുറച്ച് ഗ്രേവിയൊക്കെ ഉള്ള ഒരു മസാലയും ചോറുമാണ്. നമ്മൾ ബിരിയാണി വെക്കും പോലെ ദമ്മിട്ടല്ല വെക്കുക. അപ്പോൾ ആദ്യം നമ്മൾ മസാല ഇതിന് വേറെ റെഡിയാക്കി എടുക്കണം. ബീഫ് ആയതുകൊണ്ട് ഞാനിങ്ങനെ മസാല ഉണ്ടാക്കിയിട്ട് അതിൽ പിന്നെ കുക്കറിലൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ മൂടി വെച്ചപ്പോൾ നല്ല പിന്നെ അരി ഇതൊക്കെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വെന്തിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു 5-6 പച്ചമുളക് നടുകെ പിളർന്നിട്ട് ചീന്തിയിട്ട് അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കാപ്സിക്കം അങ്ങനെയുള്ള ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു ഗ്രേവി തയ്യാറാക്കുന്നത് കേട്ടോ. ഇനി അതിലേക്ക് ഞാനൊരു മാഗിൻ്റെ ആ ഒരു കട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ 1 കിലോ പിന്നെ ബീഫാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കുള്ളൊരു അളവാണിത്. 500 ഗ്രാം സവാള, പിന്നെ ഒരു പച്ചമുളക് നമുക്ക് എരിവിനനുസരിച്ച് ഒരു 5-6. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നിട്ടിട്ട് നന്നായിട്ടൊന്ന് അതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴറ്റിയിട്ട് നമുക്കിതിലേക്കുള്ള മസാലകൾ റെഡിയാക്കാം. മഞ്ഞൾപ്പൊടി ഉണ്ട്, അതുപോലെ മല്ലിപ്പൊടി, കുരുമുളകും പൊടി, ഗരം മസാല, അതുപോലെ കപ്സ മസാലയും കൂടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി ഒന്നിച്ച് ഈ ഒരു ഉള്ളി മൂത്തതിലേക്കൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ പൊടിയൊക്കെ ഇടുമ്പോൾ ഒന്ന് തീയൊന്ന് കുറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ അടി അതിലൊന്ന് കരിഞ്ഞ് പോകാൻ സാധ്യത ഉണ്ട്. അപ്പം തീ കുറച്ചിട്ട് വേണം ഇടാം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി മസാലയൊക്കെ അതിലൊന്ന് പിടിക്കണ വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നമ്മൾ ഇതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഞാൻ കുക്കറിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒന്ന് പതുക്കെ ഒന്ന് മൂടി വെച്ചതാണ്. അതൊന്ന് ആ മസാല ഒന്ന് തിളക്കട്ടെ. ഇനി ഞാൻ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീഫ് ആയതുകൊണ്ട് കുറച്ച് വേഗില്ലല്ലേ, ഈ ഒരു രീതിയിൽ പിന്നെ നമ്മൾക്ക് വെന്ത് കിട്ടൂല. അപ്പോൾ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഞാൻ പിന്നെ കുക്കറിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. ചിക്കൻ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഇതിൽ തന്നെ വേവിച്ചെടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചാൽ ചിക്കന് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെയാണ് നമ്മൾ ഇതിലേക്ക് ബീഫ് വെന്തതിന് ശേഷമാണ് പിന്നെ നമ്മൾ ക്യാപ്സിക്കം ഇതൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2-3 വിസിൽ വന്നൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു ചെമ്പട്ടി അടുപ്പിൽ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്കായ് ഇതൊന്ന് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നെയ്ച്ചോറിന് വെക്കണ മാതിരി ഉള്ളിയൊന്നും വേണ്ട, ഈ ഒരു രീതിയിലാണ് ആ ചോറ് റെഡിയാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം തിളച്ചിട്ട് ഇതിലേക്ക് അരി ഇടണം. അപ്പോൾ ഇതിന് നമ്മൾ മസാല ഒന്ന് റെഡിയാക്കാം. അപ്പം കുക്കറിൽ നിന്ന് ഞാനൊരു ആ ചട്ടിക്ക് തന്നെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം അധികം ഉണ്ട്. അപ്പോൾ അതൊന്ന് തീ കത്തിച്ച് വറ്റിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പം കുക്കറിലായതുകൊണ്ട് കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട്. ഇറച്ചി വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്നുകൊണ്ട് വറ്റിച്ചെടുക്കുമ്പോൾ പാകത്തെ വേഗമാവും. ഇനി ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, മല്ലിച്ചപ്പും അത് അരിഞ്ഞത് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ഈ ഒരു kabaliyathൻ്റെ ഒരു മസാലൻ്റെ ഒരു പ്രത്യേകത. ഇതാണ് ഈ ഒരു വെജിറ്റബിളാണ് കേട്ടോ. പിന്നെ ഇതും കൂടി ഒന്ന് വെന്തിട്ട് നമുക്ക് കുറുക്കിയെടുക്കാൻ. അതിലേക്ക് നാരങ്ങ നീര് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അല്പം നാരങ്ങ നീര്. ഇനി ആദ്യം നമ്മൾ ബീഫ് വെക്കുമ്പോൾ തന്നെ അത് ഒഴിച്ച് കൊടുത്താലും മതി. ഞാൻ വെള്ളം തിളച്ചിന് അരി കേകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1 കിലോ അരി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ച് നേരം വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ ബസുമതിൻ്റെ അരി എടുക്കുക. ഞാൻ ബിരിയാണി അരിയാണ് എടുത്തത്.
നിങ്ങൾക്ക് ബസുമതി അരി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതാകുമ്പോൾ ഒന്നും കൂടി കാണാനും ഭംഗിയാണ്. അപ്പം എൻ്റെ അടുത്ത് അതില്ല, ഇനി അപ്പോൾ ബിരിയാണി അരി ഇട്ടാണ് ഞാൻ വെക്കുന്നത്. ഇനി ചോറ് അരി ഇട്ടു. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങ നീര് ഒറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു കപ്സ മസാലയാണ്, ഒരു സ്പൂണോളം കപ്സ മസാലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ബീഫ് ഇതവിടെ തിളച്ച് വറ്റുന്നുണ്ട്. ഇതിൽ നിന്നൊരു 2 സ്പൂണോളം അതിൻ്റെ ആ ഒരു ചാറ് ഞാൻ ആ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് മുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഇതാണ് നമുക്ക് ആ ചോറിൽ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ ഇറച്ചിയിലെ വെള്ളം വറ്റണതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ ഇതിൽ നിന്നൊരു 2 കൈയിലോളം മാറ്റി വെക്കണം കേട്ടോ വെള്ളം. ആ ചോറൊക്കെ ഇവിടെ വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം നെയ്യാണ് ഉറ്റിച്ച് കൊടുക്കണം. നമ്മൾ ആദ്യം ഓയിലിലാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ നമ്മൾ ഒരു അല്പം നെയ്യ് ഒന്ന് മുകളിൽ ഒന്ന് തൂക്കി കൊടുക്കുക. ഇനിയിപ്പോൾ സൺഫ്ലവർ ഒഴിച്ചാലും മതി, നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ്, അല്ലെങ്കിൽ ഓയിൽ. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ടൊന്ന് നമ്മൾ അമർത്തിയിട്ട് ഒന്ന് മൂടി വെച്ചാൽ അപ്പോൾ അത് ആ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ കോരി വെച്ച ആ ഒരു കറി കുറച്ച് ഒന്ന് ഒഴിച്ച് കൊടുക്കണത്. അപ്പോൾ അതും കൂടി കൂട്ടി ഒന്ന് ഇളക്കുമ്പം ആ ഒരു ചോറിനും അതിൻ്റെ ഒരു സ്മെല്ലുണ്ടാവും. നമ്മൾ ബിരിയാണി പോലെ ദമ്മിട്ടിട്ടല്ലല്ലോ അത് വെക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ബീഫിൻ്റെ ആ ഒരു കറി ഇതിലൊന്ന് ഒഴിക്കുമ്പോഴാണ് ആ ചോറിന് ആ ഒരു പ്രത്യേക ടേസ്റ്റും കൂടി കിട്ടുന്നത്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഒന്ന് അമർത്തി മൂടി വെക്കുക. നമ്മളെ മസാല ഇതാ അവിടെ കുറുകി വന്നിട്ടുണ്ട്, നല്ല പാകമായിട്ടുണ്ട്. ആ ക്യാപ്സിക്കൊക്കെ വെന്ത് നല്ല അലിഞ്ഞിട്ടുണ്ട്, അതുപോലെ ക്യാരറ്റും ഒക്കെ നല്ല ഇതായിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ മിൽമൻ്റെ നെയ്യാണ് ഉറ്റിച്ച് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ വെന്തതിന് ശേഷമാണ് നെയ്യ് ഉറ്റിച്ച് കൊടുക്കുന്നത്. അപ്പം അങ്ങനെ നമ്മളെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മൾ ബിരിയാണി അല്ലല്ലോ, ആ ബിരിയാണീൻ്റെ പോലെ ദമ്മിടൂലല്ലോ. അപ്പോൾ ഈ ഒരു രീതിയിലാണത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. പിന്നെ ഇത് നമുക്ക് കുറച്ച് തീ ഓഫാക്കിയിട്ട് ഒന്നാണ് മൂടി വെക്കാം. അപ്പം നമ്മളെ ചോറും ഇതൊക്കെ ഒന്ന് വിളമ്പാം. ഒരു പാത്രത്തിലേക്ക് ചോറ് വിളമ്പിയിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ നെയ്ച്ചോറൊക്കെ കഴിക്കണ പോലെ ആ രീതിയിലാണ്. പക്ഷേ ഇതിൻ്റെ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ നെയ്ച്ചോറും കറിയും തിന്നണ പോലെയല്ല, എന്നാൽ ബിരിയാണി തിന്ന അങ്ങനെയല്ല. ഇത് വേറൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇപ്പം ഈ കുറച്ച് മുന്നേക്ക് ഈ സൽക്കാരങ്ങളിലൊക്കെ 2-3 വീതം ചോറുണ്ടാക്കുന്ന ഒരു ചോറ് ഇതേക്കാരം kabaliyath, നല്ല ഒരു ഫേമസായ ചോറ് തന്നെയാണ്. ഇപ്പം പിന്നെ എല്ലാം നിന്നല്ലോ, കല്യാണമല്ല, സൽക്കാരമല്ല, അങ്ങനത്തെ പരിപാടികളൊക്കെ നിന്നല്ലോ. മറ്റേത് എത്ര വിധം ചോറ് ഉണ്ടാക്കേണ്ടതെന്ന് തന്നെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. ഞാൻ അതാദ്യമായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പം ഒന്ന് വീഡിയോ എടുത്തു. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.